നമ്മൾ ഇപ്പോൾ ബന്ധപ്പെടുന്നത് അള്ളാഹുവോടോ പിശാചിനോടോ? ഇതാണ് ഈ ക്ലാസ്സിൽ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും. ഏതൊരാൾ ജീവിക്കുന്നുവോ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ചിന്തയും വിട്ട് ഒരാൾ ജീവിക്കുന്നുവോ അവന് നാം നിശ്ചയിച്ചു കൊടുക്കും ശൈത്താനൻ, ഒരു പിശാചിനെ. ആ പിശാച് ലഹു ഈ മനുഷ്യനെ ഖരീൻ വിട്ടുപിരിയാത്ത കൂട്ടുകാരനായിരിക്കും ഫിദ്ദുനിയ വൽ ആഖിറ. ഇവിടെയല്ലേ പ്രശ്നം, ഇതല്ലേ പ്രശ്നം, ഇതല്ലേ മർമ്മം. നമ്മൾ അല്ലാഹുവുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യമായി നീങ്ങുന്നത് നമ്മുടെ ഇരുട്ടാണ്. നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ ഇരുട്ട് നീങ്ങാനാണ് കൊതിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലാഹുവുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അല്ലാഹുവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആദ്യമായി നീങ്ങുക നമ്മുടെ ഇരുട്ടാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജൂഹും മിനൽ ളുലുമാതി ലിന്നൂർ. എപ്പോഴെല്ലാം ആരെല്ലാം അല്ലാഹുവുമായി ബന്ധപ്പെടുന്നോ അപ്പോൾ അവരുടെ ഇരുട്ട് അല്ലാഹു തആല നീക്കി അവരെ വെളിച്ചത്തിലാക്കി കൊടുക്കും. വളരെ മുബാറക്കായ ബെയ്ത്താണ്. കുട്ടികൾ ആ ബെയ്ത്തൊന്ന് പുസ്തകം വാങ്ങിക്കളി, അത് അവിടെ ഇവിടെ വെക്കും മനുഷ്യന്മാർ. ഒരാൾ എണീറ്റ് നിന്നിട്ട് ഏട് വാങ്ങി. വളരെ ചിന്തിക്കണം, എന്തായി പറയുന്നത് എന്ന് ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കണം. അല്ലാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചാൽ നമ്മുടെ ഇരുട്ടാണ് നീങ്ങുന്നത്. പകരം ഇന്ന് നമ്മൾ കൊതിക്കുന്നത് മറ്റുള്ളവരുടെ ഇരുട്ട് നീങ്ങാനാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ. അല്ലാഹു മുഅ്മിനീങ്ങളെ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ബന്ധു അല്ലാഹുവാണ്. വലിയ എന്നാൽ ആത്മബന്ധു, സഹായി, വക്താവ്, ഇങ്ങനെയെല്ലാം അതിനർത്ഥം പറയും. അല്ലാഹു വലിയുല്ലദീന ആമനൂ സത്യവിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും ബന്ധു അല്ലാഹുവാണ്. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതും അല്ലാഹുവാണ്. അവരുടെ കാര്യങ്ങളെ ഏറ്റെടുത്തവനും അല്ലാഹുവാണ്. അവരുടെ വക്താവും അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവാണ്. യുഖ്രിജുഹും, ആ അല്ലാഹു അവരെ പുറത്താക്കി കൊടുക്കും. മിനൽ ളുലുമാതി ഇരുട്ടുകളിൽ നിന്ന് ഇലന്നൂരി വെളിച്ചത്തിലേക്ക്. അപ്പോൾ അല്ലാഹുവുമായി നമ്മൾ ഒരു സെക്കൻഡിൽ നമ്മൾ അല്ലാഹുവുമായുള്ള ബന്ധം നിലനിർത്തിയാൽ നമ്മുടെ ഇരുട്ട് നീങ്ങും. ഇങ്ങോട്ട് തന്നെ നോക്ക്, ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു അവരെ പുറത്താക്കി കൊടുക്കും. മിനൽ ളുലുമാതി എല്ലാ തരം ഇരുട്ടുകളിൽ നിന്നും ഇലന്നൂരി വെളിച്ചമായ ഏകകത്തിലേക്ക്, ഏകമാന വെളിച്ചത്തിൽ അവരെത്തിച്ചേരും. എല്ലാ തരം ഇരുട്ടുകളിൽ നിന്നും അവരെ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കും. അവരാകട്ടെ സ്വയമായി ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി കൊടുക്കും. കാരണം അവരുടെ കാര്യങ്ങൾ ആരേറ്റെടുക്കും? ഏറ്റെടുക്കും. അവർ ആരെ ഏൽപ്പിക്കും? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിനെ ഏൽപ്പിക്കും, അപ്പോൾ റബ്ബ് ഏറ്റെടുക്കും. ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കണം. ഭൗതികമായ പ്രശ്നങ്ങൾ തീർന്നാൽ പോരാ. അതെന്ത് പ്രശ്നം? ഭൗതികമായ പ്രശ്നമാണോ പ്രശ്നം? അതെന്ത് പ്രശ്നം? ഭൗതികമായ പ്രശ്നങ്ങൾ ക്ഷണികമായ പ്രശ്നങ്ങളാണ്, നിസ്സാരമാണ്. അത് നീങ്ങിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? അതാണോ സ്ഥായിയായ പ്രശ്നം? ഇവിടെയാണോ നമ്മൾ എന്നും താമസിക്കുന്നത്? ചിന്തിക്കും. ഒരു ബസ് കാത്ത് നിൽക്കുന്ന ഒരു ബസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിൽ അവിടെ ഓടൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് കോൺക്രീറ്റ് വിള്ളൽ വന്നിട്ടുണ്ട്, നല്ല നട്ടുച്ച നേരത്തെ വെയിൽ ഇതിനുള്ളിൽ പതിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്ക്. ശരി, അതവനെ അരോത്സപ്പെടുത്തും. എത്ര സമയം? എത്ര സമയം? ബസ് വരുന്നത് വരെയുള്ള സമയം. അതേ സമയത്ത് അതവന് വിഷയമല്ല. എന്തുകൊണ്ട്? അത് ക്ഷമിക്കാവുന്ന കുറഞ്ഞ കാലാണ്. അതേ സമയത്ത് അവന്റെ പ്രശ്നം ഏതാണ്? അവന്റെ സ്വന്തം വീടിൽ വിള്ളലുണ്ടായി, അവന്റെ സ്വന്തം വീട് ഓട് തകർന്നുപോയി. നമ്മുടെ വീട് ഏതാ? നമ്മുടെ വീട് അത് അതല്ല വീട്, അവിടെയല്ല വീട്. ഇതെന്താ? ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ നിന്ന യാത്രക്കാരനെ പോലെയാണ് നാം എന്ന് പഠിപ്പിച്ചില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ?
അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എവിടെയാണ് മർമ്മ പ്രശ്നം? എവിടെ? നാട്ടുകാർക്ക് ഇരുട്ട് നീങ്ങിയിട്ട് നമുക്ക് എന്ത് കാര്യം? നീങ്ങട്ടെ, പക്ഷെ ആദ്യം നീ നിന്റെ ഇരുട്ട് നീക്കണ്ടേ? വളരെ ചിന്തിക്കണം ഈ കാര്യം. നമ്മൾ ഇപ്പോൾ ബന്ധപ്പെടുന്നത് അള്ളാഹുവോടോ പിശാച്ചിനോടോ? ഇതാണ് ഈ ക്ലാസ്സിൽ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും. ഏതൊരാൾ ജീവിക്കുന്നുവോ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ചിന്തയും വിട്ട് ഒരാൾ ജീവിക്കുന്നുവോ, അവന് നാം നിശ്ചയിച്ചു കൊടുക്കും ശൈത്വാനൻ, ഒരു പിശാച്ചിനെ. ആ പിശാച്ച് ലഹു, ഈ മനുഷ്യനെ ഖരീൻ, വിട്ടുപിരിയാത്ത കൂട്ടുകാരനായിരിക്കും ഫിദ്ദുനിയ വൽ ആഖിറ. ഇവിടെയല്ലേ പ്രശ്നം? ഇതല്ലേ മർമ്മം. റഹ്മാൻ 2-3 തഫ്സീറുകൾ ഞാൻ കാണിച്ചു. ഇന്ന് ഞാൻ വീണ്ടും കാണിക്കാം. എന്താണ് പ്രാമാണിക മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് നൽകുന്ന വ്യാഖ്യാനം? അതിനെ ഒന്നാണ് പരത്തൽ മാത്രമേ എന്റെ പണിയുള്ളൂ. പ്രാമാണിക മുഫസ്സിരീങ്ങൾ എന്താണ് ഈ ആയത്തിന് നൽകുന്നത്? ചിന്തിക്കൂ. ബഹുമാനപ്പെട്ട അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുൽ കബീർ ഞാൻ ഈ ആയത്തിന്റെ വിശദീകരണത്തിലായി വായിക്കാം. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാനായ ഫഖ്റുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനമാണ് വായിക്കുന്നത്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഖാല തആല വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. ഈ ആയത്തിൽ വെച്ചിട്ട് അള്ളാഹു എന്താണ് ഇവിടെ നമ്മളോട് പറയുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. ആര്? മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറ. ഇത്രയും വലിയ ആളല്ലേ? പരിശുദ്ധ ഉമ്മത്തിന് ഏറ്റവും സേവനം ചെയ്ത മഹത്തുക്കളായ മുഫസ്സിരീങ്ങളിൽ 7 പ്രധാനികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവരുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ജുഹ്ദുകൾ, അധ്വാനങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കുകയും അവരെ കൊണ്ട് ഉമ്മത്തിന് ലഭിച്ച വെളിച്ചം അന്ത്യനാൾ വരെ അള്ളാഹു നിലനിർത്തി തരുകയും ചെയ്യട്ടെ. എന്താണ് ഈ മഹാൻ നമ്മളോട് പറയുന്നത്? വളരെ ചിന്തിക്കണം. ആർക്കെങ്കിലും വിവരമില്ലയോ അവരെന്ത് ചെയ്യണം? വിവരമുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ പരിശുദ്ധ ഖുർആൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവരമില്ലയോ, നിങ്ങൾ ആര് പറയുന്നത് കേൾക്കണം. വിവരമുള്ളത് പറയുന്നത് മനസ്സിലാക്കി പഠിച്ച് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഈ ആയത്തിന് ഇമാം ഫഖ്റുർ റാസി തങ്ങൾ പറയുന്ന വ്യാഖ്യാനം വൽ മുറാദു മിൻഹു, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം അത്തംബീഹു, ഉണർത്തലാണ്. അലാ ആഫാത്തി ദുനിയാ, ദുനിയാവ് കൊണ്ടുവരുന്ന ആപത്തിനെ തൊട്ട് ഉമ്മത്തിനെ ഉണർത്തലാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അലാ അലാ ആഫാത്തി ദുനിയാ അത്തംബീഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നു അത്തംബീഹു വൽ മുറാദു മിൻ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ ഖൗൽ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അത്തംബീഹു, ഉണർത്തലാണ്. എന്തിന്റെ മേൽ? അലാ ആഫാത്തി ദുനിയാ, ദുനിയാവ് കൊണ്ടുവരുന്ന ആപത്തിന്റെ മേൽ ഉണർത്തലാണ് ഇവിടെ ലക്ഷ്യം. വദാലിക, എന്താണ് ഈ ഉണർത്തുന്ന കാര്യം? അന്നമൻ ഫാസ ബിൽ മാലി വൽ ജാഹി സ്വാറ കൽ അഅ്ശാ അൻ ദിക്രില്ലാഹ്. അന്നമൻ, ഒരാൾ, ഫാസ, അയാൾ ജയിച്ചു, ബിൽ മാലി, സമ്പത്ത് കൊണ്ട്, വൽ ജാഹി, സ്ഥാനമാനം കൊണ്ടും ജയിച്ചാൽ, സ്വാറ, അവനായിത്തീരും കൽ അഅ്ശാ, അന്ധനെ പോലെ, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ഒരു അന്ധനായി മാറും. അവന്റെ ശ്രദ്ധ എന്തിലാവും? കുട്ടി ഒന്ന് കാര്യഗൗരവം വരി. കുട്ടികളെ, ചെറുപ്പക്കാരെ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഒന്നും കൂടെ വായിക്കാം. ഇന്റലിജന്റ് ആയിരിക്കണം കേട്ടോ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. നോക്കി നോക്ക് നോക്ക് നോക്ക്. അന്നമൻ, തീർച്ചയായും ഒരാൾ, ഫാസ, അയാൾ ജയിച്ചു, ബിൽ മാലി, സമ്പത്ത് കൊണ്ടോ, വൽ ജാഹി, സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒരാൾ ജയിച്ചാൽ നമ്മുടെ കണ്ണിൽ അയാൾ ആരാണ്? ഭാഗ്യക്കാരനാണ്. അങ്ങനെയല്ലേ പറയാ? പറയൂ, അങ്ങനെയല്ലേ പറയാ? ഭാഗ്യക്കാരൻ. ഓനൊരാളായി. നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഗൾഫ് പോയതാ. 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് അവനോട് ചാറായി. നമ്മൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ. അവർ അങ്ങനെ ഒത്തുപോകും, അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഒന്നിച്ച് ഗൾഫ് പോയതാ. അപ്പോൾ പറയണ്ട, അവൻ്റെ കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് വരെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇത്രയും വലിയ ഉഷാറില്ല ഉള്ളത്. ഞാനോ, ഞാൻ അങ്ങനെ അവറേജ് ഒപ്പിച്ചു. കുട്ടികളെ കെട്ടിച്ച കടപ്പടോട് തീർന്നിട്ടുമില്ല.
വലിയ ഭാഗ്യക്കാരനാ. ഇവിടെ ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ വായിക്കാം. വൽ മുറാദു മിൻഹു, ഇവിടെ ഉദ്ദേശം അത്തംബിഹു, ഉണർത്തല. എന്തിന്റെ മേൽ? അല ആഫർ, ഈ ആയത്തിന്റെ ലക്ഷ്യം. വലാലിക, എന്താണ് ഉണർത്തൽ? അന്നമൻ, തീർച്ചയായും ഒരാൾ, ഫാസ, അയാൾ ജയിച്ചു, ബിൽ മാലി, സമ്പത്ത് കൊണ്ടോ, വൽ ജാഹി, സ്ഥാനമാനം കൊണ്ടോ ഒരാൾ ജയിച്ചാൽ, സ്വറ, അവനായിത്തീരുക ഒരു അന്ധനെ പോലെയാണ്. അന്തിക്കില്ല, അള്ളാവിന്റെ ചിന്തയെയും വിട്ട് ഒരു അന്ധന അവനെ ബാധിക്കും. എന്ത് കൂടിയാല്? സമ്പത്ത് കൂടിയാൽ. സമ്പത്ത് കൂടിയാൽ പിന്നെ ഒപ്പിച്ചു പോകണമെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. ഒപ്പിച്ചു പോകാം എന്ന് അല്ലാഹു തആല സുലൈമാൻ നബിയെ കൊണ്ട് പഠിപ്പിച്ചു അലൈഹിസ്സലാം. പക്ഷേ ഒരു സുലൈമാൻ നബിയോ ദാവൂദ് നബിയോ ചുരുങ്ങിയത് അതേ നേരെപ്പുറത്തുള്ളൂ. മറ്റത് 100% 99 മിസ്കീനി. ആര്? അംബിയാ. അവരാരാ? അയിമ്മത്തുൽ ഖൗം. ലോക ജനതയുടെ നേതാക്കന്മാരൊക്കെ മിസ്കിന്മാർ, എല്ലാവരും മിസ്കിന്മാർ. മുതലാളിയോ 1 2 3 എന്നെ അങ്ങനെ കാണിച്ചത്. മുതലാളി ആയാലും അള്ളാഹുവിനെ ചിന്തിച്ച് പോകാം, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. എന്നിട്ടും സംസ്കാരം കളയായി. ആർക്ക്? സുലൈമാൻ നബിക്ക്. സയ്യിദ്നാ സുലൈമാൻ എന്നിട്ടും ആ സംസ്കാരം കളയായി. കുതിരയുടെ ചുരുക്കം നോക്കി പോയി. സയ്യിദ് സുലൈമാൻ കുതിരകളുടെ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന മേത്തരം കുതിരകളുടെ മനോഹരമായ ഭംഗിയിൽ ലയിച്ചു. അതിങ്ങനെ ഒഴുകുപോലെ ഓടുന്നു. അങ്ങനെ ഉണ്ടല്ലോ, കുതിരകളെ ഒന്നിച്ചിങ്ങനെ വിട്ടാൽ ചില ഇരുത്തം ചെന്ന പഠിപ്പിച്ച കുതിരകളുണ്ട്. അതിന്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്ക. അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണിന്റെ സൗന്ദര്യം നോക്കി നിന്ന് പോയി സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാം. ഈ കുതിരകൾ എന്തിനുള്ളതുമാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള കുതിരകളാ, മോശമൊന്നുമല്ല. ഈ കുതിരകൾ കൊണ്ട് നാളെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനുള്ള കുതിരയല്ല. പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മുന്നിൽ ബാൻഡ് അടിച്ച് കൊണ്ടുപോകാനുള്ള കുതിരയല്ല. അതല്ല. ഇത് ബാൻഡ് സെറ്റിന്റെ ഒപ്പം കൊണ്ടുപോകേണ്ട കുതിരയല്ല. പിന്നെയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി പണം കൊടുത്തു വാങ്ങിയ കുതിരയാ. അപ്പോൾ അള്ളാഹിന്റെ മാർഗത്തില്ല. പക്ഷെ അതിന്റെ ചൊറുക്കുമ്മൽ ഒരു അല്പം നേരം ലയിച്ചു പോയി സയ്യിദ് സുലൈമാൻ. അപ്പോൾ നിസ്കാരം കളയായി. സയ്യിദ് സുലൈമാൻ 20,000 കുതിരയാ. 20,000. ആ 20,000 കുതിരകളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദണ്ഡം ചെയ്തു സയ്യിദ് സുലൈമാൻ. പിന്നെ ഒരു കുതിരയെ പോലും സ്വീകരിച്ചില്ല. കാരണം എന്തുകൊണ്ട്? അതിന്റെ ആ ഭംഗിയുള്ള ആ ഒഴുക്ക്, അതിന്റെ അതിമനോഹരമായ ആ ഒരു ഭംഗിയുടെ ലയത്തിൽ ഞാൻ ലയിച്ച് അസർ നഷ്ടപ്പെട്ടു പോയി. ആർക്ക്? സയ്യിദ് സുലൈമാൻ. സയ്യിദ് സുലൈമാൻ. അപ്പോൾ ആ കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദണ്ഡം ചെയ്തു സയ്യിദ് സുലൈമാൻ. ഒരൊറ്റ കുതിരയെ പിന്നെ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ആ ഒരു കുതിരയുടെ സൗന്ദര്യം എന്നെ പിന്തിരിപ്പിച്ചു. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ടും പറ്റിപ്പോയി. അപ്പോൾ നോക്ക് നിങ്ങൾ, വളരെ അപൂർവം ആളുകളെ മാത്രം. പിന്നെ ഒരു മുതലാളിയാ സയ്യിദ് ദാവൂദ്. പക്ഷേ മിസ്കീന്മാര് പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്യും. ഖജനാവുകൾ എമ്പാടുമുള്ള സയ്യിദ് ദാവൂദ് അലൈഹിസ്സലാം. വലിയ പണമുണ്ട്, വലിയ സൗകര്യമുണ്ട്. ആർക്ക്? സയ്യിദ് ദാവൂദ്. ഉറക്കപ്പറ സയ്യിദ് ദാവൂദ്. പക്ഷേ അന്ന് അധ്വാനിച്ച് കിട്ടിയിട്ട് വലിയ ഖജനാവ് കോടാനക്കോടിയുള്ള ആളാ. പക്ഷെ അതിനെടുത്ത വരുമാനം കഴിക്കൂല. ജീവിതം ആരെപ്പോലെ? മിസ്കിനെ പോലെ. അപ്പൊ ഖജനാവോ? നാട്ടുകാർക്ക്. അപ്പോൾ പിന്നെ ദാവൂദ് മുതലാളിയാകലും സാധുവാകലും നോക്കിയാൽ സാധു തന്നെയാണ്. മനസ്സിലായില്ലേ? പണപ്പെട്ടിയെ വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു വ്യക്തി, അയാളാകട്ടെ കഷ്ടിച്ചണം ഒപ്പിച്ച് ജീവിക്കണുള്ളൂ. അങ്ങനത്തെ ഒരാളാ സയ്യിദ് ദാവൂദ്. മനസ്സിലായില്ല? പണപ്പെട്ടി വിതരണം ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അയാളോ കോടിക്കണക്കിന് ഉൾപ്പെടെ പണപ്പെട്ടിയിൽ. അയാളിങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ആളാണ് ആര്? സയ്യിദ് ദാവൂദ് അലൈഹിസ്സലാം. അപ്പോൾ മാല് ഒരിക്കലും അവരുടെ ഹൃദയത്തെ മതിച്ചില്ല. ഒരിക്കലും ഉണ്ടായി.
വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ആരെല്ലാം സമ്പത്ത് കൊണ്ട് വിജയിച്ചുവോ, ആരെല്ലാം സ്ഥാനമാനം കൊണ്ട് വിജയിച്ചുവോ, സ്വാറകൽ അമാ, അയാൾ അന്ധനെ പോലെ ആയിത്തീരും. എന്തിനെ തൊട്ട്? അന്തിക്കിരില്ല. പിന്നെ അയാളെ ചിന്തയിൽ ആരില്ല. പിന്നെ എങ്ങനെ അത് കൂട്ടും? പിന്നെ എങ്ങനെ അത് നിലനിർത്തും? ഇതായിരിക്കും ശ്രദ്ധ. സ്ഥാനം അങ്ങനെ തന്നെയാ. ചില ആളുകൾക്ക് പണം ഉണ്ടാവില്ല, സ്ഥാനമാനം ഉണ്ടാവും. പിന്നെ അയിമ തന്നെയായിരിക്കും സ്ഥാനമാനം. ഒരിക്കൽ പള്ളി പ്രസിഡന്റ് ആയാൽ പെട്ടു. പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് ജനറൽ ബോഡി കൂടിയാൽ പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ബേജാർ. ആ ജനറൽ ബോഡിയുടെ 2-3 മാസം ഒന്നും നിസ്കാരമൊന്നും ലെവലാകുന്നില്ല. എന്ത് ജനറൽ ബോഡി എന്താവും? രാത്രി ഉറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിലനിർത്തണ്ടേ. അത് 10 കൊല്ലമൊക്കെ പള്ളി പ്രസിഡന്റ് ആയാൽ കഴിഞ്ഞ് ഇനിയിപ്പോ കുറ്റടിച്ച് നീ അടുത്ത ജനറൽ ബോഡിയിലും അങ്ങനെയാകണം. ഇതങ്ങനെ തന്നെയാവും. എങ്ങാനും നീങ്ങിയാലോ, എങ്ങാനും നീങ്ങിപ്പോയാൽ കഴിഞ്ഞ്. നാട്ടുകാരോട് തെറ്റി, കുടുംബത്തിനോട് തെറ്റി, അയൽവാസികളോട് തെറ്റി, നാട്ടുകാരോട് തെറ്റി കഴിഞ്ഞ്. എന്തുകൊണ്ട്? അതില്ലാതെ കരയിൽ നിന്ന്, കടലിൽ നിന്ന് കരയിലേക്ക് ഇട്ട മീന് പോലെയാവും ഈ മനുഷ്യൻ. പള്ളി പ്രസിഡന്റ് ഉദാഹരണം, പള്ളി സെക്രട്ടറി ഉദാഹരണം ഒക്കെ പെടും. മൂല്യര സ്ഥാനാണെങ്കിൽ കണക്ക് തന്നെയാണ്. മൂല്യരായാലൊക്കെ കണക്ക് തന്നെയാണ്. അവിടെ മൂല്യർ തങ്ങൾ നടക്കൊന്നും ആയത്തിനില്ല, കണക്കാണ്. ആയത്തിൽ ഒക്കെ കണക്കാണ്. അവനവന്റെ കാര്യം നോക്കുക. നമുക്കു നാമേ പണിവതുനാഗം നരകവും അതുപോലെ. അവനവനാണ് അവനവന്റെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പ്രധാനപ്പെട്ട കാരണക്കാരൻ അവനവൻ തന്നെ. നമുക്കു നാമേ പണിവതുനാഗം നരകവും അതുപോലെ. അങ്ങനെയാ കവി പറഞ്ഞു. അവനാൻ ശ്രദ്ധിക്കുക. ഒരാൾ നന്നായാൽ അത് അവന് വേണ്ടി, ഒരാൾ പേച്ചാൽ അതിന്റെ നഷ്ടം അവൻ തന്നെ. അപ്പോൾ വളരെ ചിന്തിക്കണം. നമുക്കിവിടെ ഈ ബസ് സ്റ്റോപ്പ് ഉഷാറായിട്ട് കാര്യമില്ലല്ലോ. പര പൊളിഞ്ഞ് കിടക്കാം. ബസ് സ്റ്റോപ്പിന്റെ കാര്യത്തിലാണ് മെനക്കെട്ടു. എന്ത്? ബസ് സ്റ്റോപ്പിന്റെ അറ്റകുറ്റകൾ പണി തീർക്കണം. അതിമാണ് മെനക്കെട്ടു. അതുമേലാണ് ഏതുവരെ ബസ് തന്നെ. ബസ് ഒന്ന് ഓണടിച്ചപ്പോഴാണ് ഞാൻ പോരുന്നില്ല. ഈ ബസ്സിൽ പറ്റൂല, ഈ ബസ്സിൽ പോണ്ടി വരും. അടുത്ത ബസ്സിന് നടക്കൂല. ബസ് സ്റ്റോപ്പിൽ നടക്കും. എന്തേ? ബസ് സ്റ്റോപ്പിൽ ബസ് കൊയിലാണ്ടിക്കുള്ള ബസ് വന്നേ. അപ്പോൾ പറഞ്ഞു എന്ത്? ഞാൻ എന്താ കൊയിലാണ്ടിക്കില്ല, വണ്ടി വിട്ടു. അത് ഈ ബസ്സിൽ പറ്റൂല. ഈ ബസ്സിൽ ഡ്രൈവർ സയ്യിദ്നാ ഇസ്രായീലാണ്, കൊണ്ടേ പോകും. അത് നടക്കൂല. ഈ ബസ് എല്ലാ സ്റ്റേഷനിലും നിർത്തിയിട്ട് കയറണ്ടോനെ പെറുക്കും. കാരണം നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇതിൽ കൊണ്ടുപോകും. ഞാൻ കയറട്ടെ, നടക്കൂല. ഇത് നേരത്തെ ഈ ബസ്സിൽ കയറേണ്ട ആളുകളെ ലിസ്റ്റ് ഉടമക്കാരൻ കൊടുത്തിട്ടുണ്ട്. അന്ന് വണ്ടി കയറ്റേണ്ട ആളുകൾ 4 ആളുകളാണ്. എൻ്റെ ഉമ്മയും ഉമ്മാന്റെ അഞ്ചത്തിയും അഞ്ചത്തിന്റെ അഞ്ചത്തിയും എൻ്റെ അമ്മാവന്റെ ഭാര്യയുമായി എനിക്ക് ഉമ്മയെ പോലത്തെ 4 ആളുകളാണ് ഈ 1 മാസത്തിനുള്ളിൽ മരിച്ചത്. 4 ആൾ മരിച്ചു. 4 ആൾ മരിച്ചു. കഴിഞ്ഞ മാസം നല്ല ബോധമുള്ള ആളുകൾ. ഉമ്മ മരിച്ചു. ഉമ്മാന്റെ 7ന്റെ ദിക്റ് കഴിഞ്ഞു. അന്ന് ഉമ്മാന്റെ അഞ്ചത്തി മരിച്ചു. മിനിഞ്ഞാന്ന് അമ്മാവന്റെ ഭാര്യ ഉമ്മയെ പോലെ തന്നെ എനിക്ക് മുല കൂടി ബന്ധമുണ്ട്. എനിക്ക് മുലപ്പാൽ എന്ന ഉമ്മയാണ് ഈ അമ്മായി. അവര് മരിച്ചു. ആ ഉമ്മേനെ, എൻ്റെ ഉമ്മാൻ സ്ഥാനമുള്ള ആളാണ് അമ്മായി. അവര് മരിച്ചു. അതിന്റെ ശേഷം അത് കഴിഞ്ഞു. മയ്യത്ത് അടക്കം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഉമ്മാന്റെ ചെറിയ അഞ്ചത്തി മരിച്ചു. അവരൊക്കെ സാലിയാത്തുകളുമാണ്. എൻ്റെ കണക്കിലും നാട്ടുകാരുടെ കണക്കിലും സാലിയാത്ത ആളുകളാണ്. അറിവിലും ഒക്കെ നല്ല സാലിയാത്തുകളാണ്. 10-13 കൊല്ലമാണ് അമ്മായും ചെറിയ ഉമ്മാന്റെ അഞ്ചത്തിയൊക്കെ. 13 കൊല്ലത്തോളമാണ് 96 നോമ്പ് വെച്ചത്. റജബ് 1 തുടങ്ങിയാൽ ഷവാല 6 അവസാനിപ്പിക്കുള്ളൂ. നമ്മുടെ 96 നോമ്പ് 13 കൊല്ലം തുടർച്ചയായി. അള്ളാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ചിന്തി ഇവിടെ എന്താ പറയുന്നത്? അവണ്ടിയിൽ ആര് കയറും ഇനി അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട? സമ്പത്ത് പോലെ ഒരാൾ സമ്പത്തുമേൽ കൂടിയാൽ അവനെ അന്ധനാക്കും. ചില ആളുകളോ സ്ഥാനമാനത്തുമേൽ കൂടും. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കഴിയില്ല. സ്റ്റേജിന്റെ മേലെ കസേര കിട്ടിയിട്ടില്ലെങ്കിൽ കഴിയില്ല. സ്റ്റേജിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് കസേര കഴിഞ്ഞു എന്ന് വന്നാൽ താഴെ പോയി കസേര കൊണ്ടുവന്നിട്ട് നമ്മൾ മേലിട്ട് നമ്മൾ എന്തുകൊണ്ട് തായിരിക്കാൻ കഴിയും? പെരടിക്ക് വേദന, തായിരിക്കാൻ കഴിയൂല. പെരടിക്ക് വേദനയാ, തായിരിക്കാൻ പറ്റൂല. നോക്കണ്ടേ? മേലെ അങ്ങനെ നോക്കിയത്
പക്ഷേ മൈസർ ചെന്നാലും ഇങ്ങനെ തന്നെയാവും, കുറെ മാറാ പോകും. മേലെന്തായി നോക്കിയാൽ മഹാന്മാർ താഴെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. വലിയ വലിയ സാധനങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്ന് നീ ആലോചിക്കണം. എവിടുന്നാണ് മുത്തുണ്ടായത് എന്ന് നീ ചിന്തിക്കണം. കടലിൻ അടിയിലെ കോറൽസിലെ ഏറ്റവും അടിയിലെ ആഴത്തെ ചേറിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? മുത്ത്, രത്നം. പട്ടുനൂൽ എവിടുന്നാ വന്നത്? പട്ടുനൂൽപ്പുഴുവിന്റെ ഏറ്റവും മോശപ്പെട്ട ഭാഗത്ത് നിന്ന്. അസൽ, തേൻ എവിടുന്നാ വന്നത്? തേനീച്ചയുടെ ഛർദിയിൽ നിന്ന്. ഓക്കെ, എല്ലാ ഏകദേശം ലോകത്ത് മേത്തരം സാധനങ്ങളൊക്കെ വന്നത് പറ എന്നാണ്. എല്ലാ മേലുള്ള സാധനം താഴെ വന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മേലെയോ മേലെ താഴേക്ക് ചാടി. മേലെ എന്ന് ഖുർആൻ പറഞ്ഞ ആളാണ് ആര്? ഫിർഔൻ. താഴേക്ക് വീണു, താഴെ മേലെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ സമ്പത്തിന്മേൽ മുങ്ങി, സമ്പത്ത് അതിന്മേൽ മുങ്ങിയാൽ ആരെ പോലെയായി? അന്ധനെ പോലെ. അല്ലെങ്കിൽ സ്ഥാനമാനത്തിന്മേൽ ഒരാൾ സംതൃപ്തനായി നടന്നാലോ, അത് അയാളെ മതിച്ചാലോ ഭരിച്ചാലോ അപ്പോഴും അവൻ അന്ധനെ പോലെയോ. അങ്ങനെയായാലോ ഒരാൾ അപ്രകാരം ആയിത്തീർന്നാൽ, എപ്രകാരം സമ്പത്തുണ്ടാക്കൽ, സ്ഥാനം നിലനിർത്തൽ അല്ലെങ്കിൽ നേടൽ അതൊരാൾക്ക് ലക്ഷ്യമായി നടന്നാൽ അവനായിത്തീരും മിൻ ജുലസായി ശയാത്തീൻ, പിശാചുക്കളുടെ ഇരുത്തക്കാരനോ. അതായത് അവൻ ആരുടെ കൂടെ ഇരിക്കുന്നത്? പിശാചിന്റെ കൂടെ. പിശാചോ അവന്റെ കൂടെ. അതാ ജുലസാ. ഇവൻ അവരുടെ കൂടെ, അവർ പറ ഇവന്റെ കൂടെ. എന്തുകൊണ്ട്? അതിന് വലിയ ഇബ്ലീസാണ്. സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. സ്ഥാനം കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോയത് ആ ഇബ്ലീസ്. ആ സ്ഥാനം നഷ്ടപ്പെട്ട അസൂയ ഒന്നും മാറിയിട്ടില്ല. ആദമിനോടും ബനു ആദമിനോടും അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുനാ ആദം. ചിന്തിക്ക്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ, സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ ആയത്തിന് മഹാനായ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ വായിച്ചത്. ശരി, ബഹുമാനപ്പെട്ട മഹാനായ അൽ-ഇമാം മുല്ല അലിയുൽ ഖാരി മിർഖാത്തിന്റെ മുസന്നിഫായ ലോകം കണ്ട പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഏറെ വലിയ പ്രാമാണിക പണ്ഡിതന്മാരിൽ ഒരാളായ മുതഅഖിരീങ്ങളിൽ ഏറെ ആദരിക്കപ്പെടുന്ന മഹത്തുക്കളിൽ ഒരാളായ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ത് പറയുന്നു എന്ന് നോക്കാം. എന്ന ആയത്തിന് ബഹുമാനപ്പെട്ട അൻവാറുൽ ഖുർആൻ എന്ന ഗ്രന്ഥമാണ് എന്റെ കൈവശമുള്ളത്. നേരത്തെ തഫ്സീറുൽ കബീറിൽ നിന്നാണ് വായിച്ചത്. ഇപ്പോൾ മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൻവാറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. എന്താ മഹാനവർകൾ പറയുന്നു? ഈ ആയത്തിന്റെ അർത്ഥം പിന്നെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിനെ തൊട്ട് ഇവൻ അന്ധനായിരിക്കും. ഒരാൾക്ക് പണത്തിന്റെ പിന്നാലെ പോയി, അല്ലെങ്കിൽ പറയും കുട്ടികളെ, സ്ഥാനമാനത്തിന്റെ പിന്നാലെ പോയാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുന്നതിനെ തൊട്ട് അവൻ അന്ധനായിരിക്കും. ഉദാഹരണം പറയാം. ഒരു ഷെയ്ഖിനെ ഒരു ധനാഢ്യൻ സമീപിക്കുന്നതും, ദുന്യാവിന്റെ അകലുകാരനായ ധനാഢ്യനോ അല്ലെങ്കിൽ ദുന്യാവിന്റെ അകലുകാരൻ സമീപിക്കുന്നതും ഒരു ആഖിറത്തിന്റെ അകലുകാരൻ സമീപിക്കുന്നതും രണ്ട് നിലക്കായിരിക്കും. എങ്ങനെ? ഈ രണ്ടാളും ഒരു ആളുകൾ അറിയപ്പെടുന്ന ഒരു ഷെയ്ഖിനെ സമീപിക്കാം. നല്ലോണം ഇന്റലിജന്റ് ആയിരിക്കണം, ശ്രദ്ധ തെറ്റിപ്പോകരുത്, ഈ പറയുന്ന മറക്കരുത്. ഒരു ഷെയ്ഖിനെ രണ്ടാൾ സമീപിക്കും. ആര്? ഒരു അള്ളാന്റെ ആള്, ഒരു ആഖിറത്തിന്റെ അധികാരം സമീപിക്കാം, ദുന്യാവിന്റെ അധികാരം സമീപിക്കാം. ഇവർ രണ്ടാളും സമീപിക്കുന്നത് രണ്ട് വിധത്തിലായിരിക്കും. ഒന്ന്, ആഖിറത്തിന്റെ അധികാരം സമീപിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന്
തന്റെ റൂഹ് ശുദ്ധീകരിക്കാൻ കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ അതാണ് നോക്കുക. എന്നാൽ ദുനിയാവിന്റെ അധികാരൻ അദ്ദേഹത്തിന്റെ ഒപ്പം വോട്ടെടുക്കാൻ വലിയ വഴിയുണ്ടോ എന്നാണ് ആലോചിക്കുക. മനസ്സിലായോ പറഞ്ഞത്? തിരിഞ്ഞിട്ടില്ല. തിരിയും നിങ്ങൾ തിരിയാതിരിക്കാണ്, നിങ്ങൾ തിരിയാത്ത മാതിരി കാണിക്കാണ്. രണ്ടാൾക്കും രണ്ട് ചിന്ത ഉണ്ടാവുക. ആ ആഖിറത്തിന്റെ അധികാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയ്ഖിനെ ഒരു ഫോട്ടം എന്ന് ചിന്ത പോലും ഉണ്ടാവില്ല. ആ കുരുത്തകൾ വരുമെന്ന് പേടിക്കും. ചിന്തിക്കണം. ഈ ആഖിറത്തിന്റെ അധികാരന് കല്യാണം ഉണ്ടാവും. കല്യാണം ഉണ്ടാവുമ്പോൾ ഈ മഹാനായ ഷെയ്ഖിനോട് പറയും, ഉസ്താദേ, ബഹുമാനപ്പെട്ടവരെ, എന്റെ മോളെ കല്യാണമാണ്, റാഹത്താകാനും കുട്ടിയുടെ ജീവിതം സാലിഹ്യങ്ങളെ കൂട്ടത്തിലായിത്തീരാനും ഭർത്താവ് സാലിഹായിത്തീരാനും അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ജീവിതമാകാനും ദ്വാരക്കണേന്ന് പറയും. ആര്? ഈ ആഖിറത്തിന്റെ അധികാരൻ. കല്യാണത്തിന് ക്ഷണിച്ചോളം എന്നില്ല, ക്ഷണിക്കുമ്പോൾ ചെന്നാൽ തന്നെ പറയും, സ്ഥാനം ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല, ഇത് പറയുള്ളൂ. എന്നാലും ചിലപ്പോൾ അതുപോലും പറയില്ല. ഏറ്റവും അടുത്ത ഷെയ്ഖിന്റെ അടുത്ത ആളോട് ചിലപ്പോൾ പറയും, എന്താ നിങ്ങള് അവരെ കല്യാണത്തിന് വിളിച്ചില്ലേ, അപ്പൊ അവരെ കല്യാണത്തിന് വിളിച്ച് ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? നേരെ മറിച്ച് ആഖിറത്തിന്റെ ദുനിയാവിന്റെ അധികാരം പറയാം, നിങ്ങളോട് കയറിപ്പോയാൽ മതി. എന്തുകൊണ്ട്? കല്യാണത്തിന് ഇന്നാലിന്ന മന്ത്രി വന്നത് പോലെ, MLA വന്നത് പോലെ, പണക്കാരൻ വന്നത് പോലെ, കുബേരൻ വന്നത് പോലെ, സ്ഥാനാർത്ഥി വന്നത് പോലെ ഷെയ്ഖ് വരുന്ന ഫോട്ടോ കൂടി വന്ന് ഷോക്കേസിൽ വെക്കണം. ഒന്ന് കയറിപ്പോയാൽ മതി, നിങ്ങളൊന്ന് കയറിപ്പോയാൽ മതി, അങ്ങനെ പറയാം. ചിന്തിക്ക്. അങ്ങനെ തന്നെ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്തം കുറവാണെന്നാണ് എൻ്റെ വായന. നിങ്ങൾക്ക് അന്തം ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയില്ല. അത് ബാപ്പാടെ ബീജത്തിൽ നിന്ന് കിട്ടുന്നതാണ് അന്തം. ചിന്തിക്ക്. നമ്മളൊക്കെ തന്നെ പറഞ്ഞത് രണ്ട്, ഒരു ആഖിറത്തിന്റെ അധികാരം ദുനിയാവിന്റെ അധികാരം മക്കത്തും. ആഖിറത്തിന്റെ അധികാരം മക്കത്ത് പോകുന്നത് എന്തിനാണ്? റബ്ബേ, മക്ക കാണുമ്പോഴത്തിന് എന്റെ ദോഷം കേൾക്കിക്കളയണം. ഇവിടുന്ന് കയറിയപ്പോ മറന്നു, മൊബൈൽ എവിടെ ഇട്ടെന്ന് മറന്നുപോയി. എവിടെയാണ് മൊബൈൽ ഉള്ളത് എന്ന് ഇഹ്റാം കിട്ടുന്നതോടുകൂടെ മറന്നുപോയി. 4 or 5 ദിവസം കഴിഞ്ഞിട്ട് മൊബൈലിൽ ഒരാൾ ഓർമ്മ, മൊബൈലോ ഇവിടെ ആവശ്യമില്ലല്ലോ, സിമ്മ പറ്റൂലല്ലോ, ഞാൻ പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. നേരെ മറിച്ച് മൊബൈൽ കൊണ്ട് സിമ്മ് മാത്രമല്ലല്ലോ, വേറെ ഉപയോഗം ഉണ്ടല്ലോ. അതൊന്നും അയാൾ ചിന്തയില്ല. അയാൾ മക്കത്ത് പോയത് എന്തിനാ? പറയടോ, എന്താ ഇരിക്കണേ? അയാളുടെ മോശം കേൾക്കിക്കളയാൻ അള്ളാഹു തആല നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. കുട്ടികളോടാണ് പറഞ്ഞത്, കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിക്ക്, കുട്ടികളോടാ പറയുന്നത്, ശ്രദ്ധിക്കണം. എന്റെ മക്കളോടാണ് ഞാൻ സ്വാതന്ത്ര്യമെടുത്ത് സംസാരിച്ചത്, ശ്രദ്ധിക്കണം. എന്തായി പറയുന്നത് എല്ലാവരും കേൾക്കണം. നേരെ മറിച്ചോ? നേരെ മറിച്ച് കഅബാലയം കാണുന്നതോടുകൂടെ സന്തോഷായി. എന്തിന്? കുറച്ചെടുക്കാലോ. മീസാബിന്റെ താഴെ ജനം പൊട്ടിക്കരയുന്ന സ്ഥലം. മീസാബിന്റെ താഴെ ജനം തിങ്ങിക്കൂടുന്ന നേരത്ത്, അതായത് പാത്തിയുടെ ചോട്ടില് ഹത്തീമിൽ ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ ഉള്ളില് ജനങ്ങളെ തിങ്ങി അമ്പ് കുറ്റിയിലിട്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ജനം നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ തന്റെ ഭാര്യ അങ്ങോട്ട് വലിച്ചു കൂട്ടുക. കിട്ടുന്നില്ല. അവർക്ക് ഈ പെണ്ണിന് കാല് പറിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ടും വലിച്ചിങ്ങോട്ട് കൂട്ടിയിട്ട് മീസാബിന് കൃത്യമാക്കി നിർത്തുകയാണ്. മനുഷ്യൻ അവിടെ പൊട്ടിക്കരയുന്നിടത്ത് നിർത്തുക. എന്തിന്? സെൽഫി എടുക്കണം. എന്റെ കണ്ണുകൊണ്ടുണ്ടോ? കണ്ണുകൊണ്ടുണ്ട്. കഅബാലയത്തിൽ സെൽഫി എടുത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. അല്ലാഹു അങ്ങനത്തെ അവസ്ഥ എടുത്ത് കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കഅബാലയത്തെ കൂട്ടി ഞാൻ ഫോട്ടോ എടുക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അവസ്ഥയിൽ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മദീനത്തെ റൗളത്തെ ശരീഫയുടെ അടുത്ത് നിൽക്കുക. അത് കണക്കാക്കിയാണ് കിട്ടുക. പുറത്തെ മൈതാനത്തെ ആ പ്ലാറ്റ്ഫോമില്ലേ അവിടെ വെക്കുക. എന്നിട്ട് പച്ച കുപ്പ നോക്കിയിട്ട് കണക്കാക്കി സെൽഫി എടുക്കുക. ആരാ കിടക്കണം? ആരവിടെ ഉള്ളത്? ആരവിടെ ഉള്ളത്? എന്താ വിചാരിച്ചേ? ആരവിടെ ഉള്ളത്? എന്താ വിചാരിച്ചേ? എന്താ അവസ്ഥ? മുഅ്മിനീങ്ങളോ? മുഅ്മിനീങ്ങൾ ആ മൈതാനത്ത് ആ പ്ലാറ്റ്ഫോമിലോട്ട് മുഅ്മിനീങ്ങൾ പോകുന്ന പോക്ക് ഞാൻ കാണിച്ചു തരാം. മുഅ്മിനീങ്ങൾ അവിടെ ചെരുപ്പിട്ട് ചവിട്ടാം. എന്നാ മുഅ്മിനീങ്ങൾ പോകുന്ന പോക്ക് ഞാൻ കാണിച്ചു തരാം. രണ്ട് ചെരുപ്പെടുക്ക്, ചെരുപ്പെടുക്ക്, വേഗം കുട്ടി, രണ്ട് ചെരുപ്പ് വേഗം എടുക്കുക.
പെട്ടെന്ന് ചെരുപ്പം കൊണ്ട് അവിടെ മുഅ്മിനീങ്ങൾ അവിടെ ആ റൗളയുടെ താഴെ മുന്നിൽ ഇപ്പുറത്ത്, അതായത് പ്ലാറ്റ്ഫോമിൽ, മനസ്സിലായില്ലേ പറഞ്ഞത്? വിശാലമായി കല്ല് വിരിച്ച ഏരിയ അവിടെ അല്ലേ? അല്ലാഹ് അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് ശ്രദ്ധിക്കണേ. അവിടെ പോകും. അവിടെ നേർന്ന് നടന്നൂടെ? അവിടെ നിവർന്ന് നടന്നൂടെ? നടക്കാം. അവിടെ ചെരുപ്പിട്ടൂടെ? പ്രത്യക്ഷത്തിൽ സർക്കാർ അലോട്ട്മെന്റ് ഇല്ലേനാ അവിടെ ചെരുപ്പിടാൻ ഔഖാഫിന് തടസ്സമുണ്ടോ? ഇല്ല. മദീന പള്ളി കമ്മിറ്റിക്ക് അവിടെ ചെരുപ്പിടുന്നതിൽ തടസ്സമില്ല. അവിടെ നിവർന്ന് നടന്നൂടെ? നടക്കാം. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവിടെ നിവർന്ന് നടക്കൂല. എന്തുകൊണ്ട്? ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ ഹയ്യുൻ ഹയ്യുൻ. ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ നിവർന്നടക്കൂല. നിവർന്നടക്ക്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിവർന്ന് നടക്ക്. എന്നിട്ട് അവിടെ സെൽഫി എടുക്കുക. എന്താ വ്യത്യാസം? എന്തേ അറിയൂല എന്ന് പറയരുത്. എന്തേ അറിയൂല എന്ന് ഇവന് പറഞ്ഞ എന്തേ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നവന് അവിടുത്തെ മര്യാദ അറിയുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നവന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ കാണിക്കേണ്ട മര്യാദ അറിയുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്ക് അവിടെ പാലിക്കേണ്ട മര്യാദ അറിയുമല്ലോ. കോടതിയിൽ പോകുന്ന ആൾക്ക് അവിടെ പാലിക്കേണ്ട മര്യാദ അറിയുമല്ലോ. എന്തുകൊണ്ട് ഈ മര്യാദ അവൻ അറിഞ്ഞില്ല? അതവന് വിഷയമല്ല. അതവന് വിഷയമല്ല. ചിന്തയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എങ്ങനെ നിവർന്നു നിൽക്കും? തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ അവസ്ഥ എന്താണ്? മദീനയിലും തമ്മാടിത്തരം ചെയ്യുന്ന അവസ്ഥ എന്ത്? മക്കയിലും മദീനയിലും ഒരാൾ തമ്മാടിത്തരം ചെയ്താൽ അവന്റെ അവസ്ഥ എന്ത്? തമ്മാടിത്തരം വിശദീകരിക്കാൻ പറ്റുകയില്ല. ഇത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് തുടങ്ങിയ മജ്ലിസാണ്. ആ മജ്ലിസിൽ അങ്ങനെയുള്ള കാര്യം പറയുക ഗുണകരമല്ല. നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ മദീനത്ത് പോയി മക്കത്ത് പോയി കൽബിൽ മക്കായുമില്ല, ദുനിയാവാ. എന്നാലോ ഒരു മനുഷ്യന് മക്കയിലല്ല മദീനയിലല്ല പാഴൂല. പക്ഷേ ഹബീബ് എന്ന് പറയുമ്പോൾ തല ഉന്നു. ഹബീബിനെ തല മുഹമ്മദ് മുസ്തഫ. ഹബീബിന്റെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ വാതിൽ അയാൾക്ക് തുറക്കുകയില്ല. ഹബീബായ നബിയുടെ വാതിൽ തുറന്നില്ലേ അല്ലാഹുവിന്റെ വാതിൽ തുറക്കൂല. തങ്ങൾ പറയുന്നു ഈ ആയത്തിന്റെ വ്യാഖ്യാനം, കാണേണ്ടത് കാണാൻ, ദുനിയാവിന്റെ പിന്നാലെ ഓടിയാൽ കാണേണ്ടത് കാണാൻ അവന് കഴിയൂല. കാണേണ്ടത് കാണാൻ അവന് കഴിയൂല. ചിന്തിക്ക്. عن الأذكار والدعوات وانهماكه في الشهوات ويتغافل عن وظائف الطاعات بسبب فرط اشتغال بالمحسوسات وانهماكه في الشهوات. മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറയുന്നു, ഇവനെ തിരിഞ്ഞാണ് ജീവിക്കുന്നത്. എന്തിനെ തൊട്ട്? അനിൽ അദ്കാരി, ദിക്റുകളെ തൊട്ട്. എന്തുകൊണ്ട്? ദിക്റില്ല. രാവിലെ ചെല്ലേണ്ട ദിക്ർ നോർമല്ല. ഇന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് 100 സുബ്ഹാനല്ലാഹ്, 100 അൽഹംദുലില്ലാഹ് ചെല്ലിയവർക്ക് കൈവക്കാം. എന്തുകൊണ്ട്? എന്താ ചെല്ലിയാല്? എന്താ ചെല്ലിയാൽ എന്താ? ബഹുമാനപ്പെട്ട ഹറമുൽ ശരീഫിൽ 100 ഒട്ടകങ്ങളെ ദാനം ചെയ്ത കൂലിട്ടു. എന്താ പറഞ്ഞ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഉള്ളിൽ 100 വട്ടം സുബ്ഹാനല്ലാഹ്, 100 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ മഹത്വം ഓർത്തിട്ട് സുബ്ഹാനല്ലാഹ് 100, അള്ളാഹു അവന് ചെയ്ത നിഅമത്തിനെ ഓർത്ത് 100 വട്ടം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മഹത്വം ഓർത്ത് സുബ്ഹാനല്ലാഹ് 100, അള്ളാഹു അവന് ചെയ്ത നിഅമത്തിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് 100 അങ്ങനെ ചൊല്ലിയാൽ അവൻ ഹറമുൽ ശരീഫിൽ 100 ഒട്ടകത്തെ ദാനം ചെയ്ത കൂലിയ. എവിടെ എവിടെ എവിടെ? പാഴൂരല്ല. എവിടെ? ഹറമുൽ ശരീഫിൽ 100 ഒട്ടകത്തെ ദാനം ചെയ്ത കൂലിയ.
എന്റെ അറിയാനിട്ടല്ലേ മൂല്യരെ? നമ്മക്കറിയണ ആവശ്യമുള്ള എന്താ അറിയാത്ത? നമ്മക്ക് ആവശ്യമില്ല ഉള്ള ഏത് കാര്യം അറിയാത്ത? നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ സ്ഥാനാർത്ഥി ആകുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളും അവരും തമ്മിൽ വ്യത്യാസം എന്താ? നമ്മൾക്ക് ഇപ്പൊ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് അറിയില്ല, എനിക്കറിയില്ല. അടുത്തായിട്ടുണ്ട് ഇങ്ങനെ ഒച്ചവിളിയൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ, പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, നമ്മൾ 5 കൊല്ലം നമ്മളെ പറ്റിക്കാനുള്ള മഹാന്മാരുടെ ഫോട്ടോകൾ അങ്ങനെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ നമുക്ക് സമയായി നമ്മളെ വീണ്ടും വിലക്ക് വാത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി. നേരെ മറിച്ചോ, ഇത് 2021 വരിക, ഇന്ന മാസ വരിക എന്നിവിടെ കൊല്ലം മുമ്പ് മനസ്സിലാക്കി കാത്തിരിക്കുന്ന ഡേറ്റ് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട്? എന്റെ ആളുകളാണ്, നമ്മളെ ആളുകളല്ല. ചില ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ അന്നും തെരഞ്ഞെടുപ്പാന്ന് അറിയില്ല, പിന്നെ അവസാനം ഒരു കസേലയും കൊണ്ട് ഏറ്റാൻ പറ്റില്ല. അപ്പോഴാ പറയാം വലിമേ എന്റെ വലിമ വിചാരിച്ച ആശുപത്രി കൊണ്ടുപോകുമെന്നാണ്. വല്യമാക്ക് കിടക്കുന്നിടത്ത് വയ്യ, പുറമൊക്കെ പൊട്ടി പൊളിഞ്ഞുപോയി. അപ്പൊ ആരോ കുട്ടികൾ വന്നിട്ട് വല്യമാനെ കൊണ്ടുപോകാൻ അല്ല വല്യമ്മേ ഇന്ന് തെരഞ്ഞെടുപ്പാണ്, അവസാനം 3/4 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. വല്യമ്മ ഒന്നു വരിക. വല്യമ്മ എല്ലാവരും കൂട്ടിപ്പിടിച്ച് വല്യമാനെ അങ്ങനെ നേരെ ഗസാലി കെട്ടിച്ച് കണ്ടിട്ടേറ്റി വലിയ വല്യമ്മയെ നല്ല പറഞ്ഞ് മറക്കണ്ട, ഇല്ലൊക്കെ മറന്നാൽ ഇത് മറക്കണ്ട, എവിടെയാ കുത്തേണ്ടത് എന്നൊക്കെ കൃത്യമായി വല്യമാക്കാണ് പറഞ്ഞു കൊടുത്ത് വല്യമാനെ കൊണ്ട് ബൂത്തിൽ ചെല്ലനോടുകൂടെ അവർ പറയും വല്യമാക്ക് കണ്ണാണൂല, വലിയമാക്ക് ചെവി കേൾക്കൂല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തോളാം. ചെയ്തു കഴിഞ്ഞാലോ, ചെയ്ത് കഴിഞ്ഞാൽ സാധനം പെട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ ആ വാശി ഉണ്ടാവില്ല. എന്തിന് തിരിച്ചുകൊണ്ടുവരാന്? വല്യമ്മ പറഞ്ഞിട്ടാ കൊണ്ടുപോയത്. പിന്നെ വല്യമ്മ അവിടെ അതിന്റെ പ്ലാറ്റ്ഫോമിൽ കുറച്ചു നേരം കിടക്കേണ്ടി വരും. അപ്പൊ അവസാനം ഒരു വല്യമാനോട് പറയും, എന്ത് ഒരു 3-4 ആൾ കൂടി വരാനുണ്ട് വല്യമ്മേ, ഒരു ഓട്ടോറിക്ഷ ആയിട്ട് പെങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂല, നമുക്ക് 3-4 ആൾ കൂടി ഒന്നിച്ചാണ് കൊണ്ടുപോകാം. വല്യമാനെ ഒറ്റക്ക് ഓട്ടോറിക്ഷ ഇട്ടിട്ടുണ്ടെന്ന് അതിൽ വരാറില്ല. എന്തേ? അത് വോട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള വല്യമ്മ. ഇത് മനസ്സിലായില്ല എന്താ? അത് വല്യമ്മ കപില വോട്ടിൻ, വല്യമ്മ ബാധ വോട്ടിൻ. അത് വോട്ടിന്റെ മുമ്പും വിവാഹത്തിന് മുമ്പും എന്നൊക്കെ മനസ്സിലാവില്ലേ? എന്നതുപോലെ വല്യമ്മ കപില വോട്ടിൻ, വല്യമ്മ ബാധ വോട്ടിൻ. എന്തുകൊണ്ട്? ലക്ഷ്യമാണ്, ദുനിയാവാണ്. ചിന്തിക്കണം. നമുക്ക് അന്തല്ല എന്ന് വിചാരിക്കണ്ട, അതിന് വഴിക്ക് പോയിക്കോട്ടായിരുന്നു, നമ്മളില്ല. എന്തുകൊണ്ട്? പക്ഷെ എന്താ വിഷയം? അവൻ ദുനിയാവിന്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തായി മാറും? അവൻ അന്ധനായി മാറും. പിന്നെയോ അവൻ തിരിഞ്ഞു കളയും അനിൽ അദ്കാരി, ദിക്റുകളെ തൊട്ട്, ദുആകളെ തൊട്ട്. എന്തുകൊണ്ട്? അവന്റെ മനസ്സിലാരില്ല, അല്ലാഹുവില്ല. അള്ളാഹു മനസ്സിലുള്ളവനെ ദിക്ർ ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒരു കക്കൂസ് ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. അള്ളാഹു മനസ്സുള്ളവൻ അവിടെ എത്തുമ്പോൾ എന്ത് പറയും? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് പറയും. മറ്റോനത്ത് മന്തി ഒഴിവാക്കണേ ഉള്ളൂ. അടുത്ത മന്തി കയറണമെങ്കിൽ കേറിയ മന്തി ഒഴിവാക്കണ്ടേ? അത്രേ ഉള്ളൂ. മന്തി പുറത്തു പോകണമെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലേ അടുത്ത മന്തി കയറൂ. ചിന്തിക്കണം. ഭാര്യയുടെ അടുത്തെത്തിയാൽ അവന്റെ ആവശ്യം കുത്തിമറിയണമെന്നേ ഉള്ളൂ. ഭാര്യയെ തൊടണമെങ്കിൽ അല്ലാഹ് പരിശുദ്ധ റബ്ബിന്റെ ദിക്ർ ചൊല്ലാതെ ഭാര്യയെ തൊടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അള്ളാഹിന്റെ നിഅമത്തല്ലേ. ഒരാൾക്കൊരു ഭാര്യയെ കിട്ടിയ അള്ളാഹിന്റെ നിഅമത്തല്ലേ. ആ ഭാര്യയെ സമീപിക്കാൻ അവന് കഴിഞ്ഞു, അള്ളാഹിന്റെ നിഅമത്തല്ലേ. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെ അത് ചെയ്യുകയില്ല. തുള്ളി വെള്ളം കൊണ്ടുവന്നാൽ രണ്ടാൾക്ക് ദാഹം ഉണ്ടാവും. ആർക്കൊക്കെ? ദുന്യാവിന്റെ ആൾക്കും ദാഹമുണ്ട്, ആഖിറത്തിന്റെ ആൾക്കും ദാഹമുണ്ട്. ദുന്യാവിന്റെ ആള് എങ്ങനെയും ഉള്ളിൽ കയറാൻ പറ്റുമെന്നേ നോക്കുള്ളൂ, ഇതാണ് ഉള്ളിൽ കയറ്റം. ആഖിറത്തിന്റെ ആളോ ഓരോ സെക്കൻഡിലും ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് ചൊല്ലും. എന്തുകൊണ്ട്? ഇവൻ ആരുടെ ആളാണ്? എന്തുകൊണ്ട്? ഓരോ സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ അവൻ ഓർമ്മ ഉണ്ടാവില്ല. പണത്തിന്റെ പിന്നാലെയും സ്ഥാനമാനത്തിന്റെ പിന്നാലെയും ഓടുമ്പോൾ ഓരോ സമയത്ത് ചെയ്യേണ്ട പ്രാർത്ഥനകൾ ഓർമ്മ ഉണ്ടാവില്ല. ഇന്നലെ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. സുബ്ഹിക്ക് മുമ്പ് ദുആ ചെയ്തവർക്ക് കൈപ്പൊക്കാം. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? ലച്ചരാവല്ലേ, അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ, അല്ലാഹു സ്വീകരിക്കട്ടെ.
മറ്റോനോ 2 മണിക്ക് കടന്ന് 8 മണിക്ക് എണീറ്റ് ഇത് വിഷയം. കച്ചവടം ഉണ്ടാവണം. കച്ചവടമില്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും കുറുന്തൗഷരം ചെയ്യും. കച്ചവടം ഉണ്ടാവണം. ആരാധനകളുടെ പതിവുകളെ കുറിച്ച് അവൻ അറിയുകയില്ല. ആരാധനകളുടെ പതിവുകളെ കുറിച്ച് അവന് അറിയുകയില്ല. അങ്ങനത്തെ കാര്യമൊന്നും ചിന്തയിലില്ല. 25 കൊല്ലം പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരു രാത്രി പോലും ഹദ്ദാദിന് ഇരുന്ന് കൊടുത്തിട്ടില്ല. ഹദ്ദാദിന് ഇരിക്കൂല. പള്ളിയുടെ പ്രസിഡന്റാ, ആള് പള്ളി പ്രസിഡന്റാ. എല്ലാ ദിവസവും ഇവിടെ ഇശാന്റെ മുമ്പോ ശേഷോ എന്ത് നടക്കുന്നുണ്ട്? ഹദ്ദാദ് നടക്കുന്നുണ്ട്. ഒമ്പത് എടുത്തിട്ടില്ല. ചിന്തിക്കണം. വിഷയം ഈ പള്ളി പ്രസിഡന്റിനെ പറ്റി ഉത്തരവാദിത്തപ്പെട്ട പള്ളിയിലെ നമ്മൾ ഈ ക്ലാസ്സിന് വരാറുള്ള അറിയപ്പെടുന്ന ഒരു പള്ളിയുടെ പ്രസിഡന്റിനെ കുറിച്ച് ഈ ക്ലാസ്സിന് വരാറുള്ള ഒരു ഖതീബ് എന്നോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ബദരീകളെ അസ്മാ ചെല്ലാൻ വേണ്ടി മജ്‌ലിസിനൂർ ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മൂപ്പരവിടുന്നാണ് പോയി. ആര്യ ഖുറാഫാത്തിനൊന്നും ഞാനില്ല. സുന്നി പള്ളിയുടെ പ്രസിഡന്റാ. എന്നിട്ട് മൂപ്പരിന്ന് പോയോ? മൂപ്പര് പോയാലോ? എന്തുകൊണ്ട്? മൂപ്പരെ പോക്കാൻ പറ്റൂല. മൂപ്പരാരാ? മൂപ്പര് സുന്നിയല്ല. ജനങ്ങളുടെ മുന്നിൽ സുന്നിയാണ്. പിന്നെന്താ വിഷയം? മൂപ്പരെന്റെ സുന്നിയായത് ജനങ്ങളുടെ മുന്നിൽ സുന്നിയാണോ? ചിന്തിക്കണം. മൂപ്പര് ഒഴിവാക്കാൻ പറ്റോ? ഇല്ല. ആജാദി ഖുറാഫാത്തിനൊന്നും ഞാനില്ല. ഏത് ഖുറാഫാത്ത്? ഇതാണല്ലോ ബഹുമാനപ്പെട്ട സുന്നത്തിയമായത്ത്. ബഹുമാനപ്പെട്ട മദീനകളെ കൊണ്ട് തവസ്സുൽ ചെയ്യും, അമ്പിയാക്കിനെ കൊണ്ട് തവസ്സുൽ ചെയ്യും, ഖുർആൻ കൊണ്ട് തവസ്സുൽ ചെയ്യും, സ്വലാത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യും. ഇല്ലേ? പറ. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ സിദ്ദീഖുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യും. ആര്? സുന്നികള്. ഇതിനാണല്ലോ എന്ത് പേര്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിൽ ഏറ്റവും മുന്തിയ വിഭാഗമാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആര്? ബദരീങ്ങള്. ആ തവസ്സുലാണ് ഇവിടെ നടക്കുന്നത്. അതാണ് മജ്‌ലിസുൻ നൂർ. അല്ലേ? മജ്‌ലിസുൻ നൂർ എന്നാൽ എന്താ? തവസ്സുല. ആരെ കൊണ്ടുള്ള തവസ്സുല്? പറയാൻ ബഹുമാനപ്പെട്ട സ്വഹാബ് ബദരീങ്ങൾ മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുലാണ്. അതിലിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. എന്നാലോ അപ്പുറത്തേക്ക് പോകുമോ? അപ്പുറത്തേക്ക് പോകില്ല. എന്തുകൊണ്ട്? അവിടെ ആളില്ല. ഇവിടെയാണ് ആളുള്ളത്. ഇവിടെ വന്നാല് വലിയ സ്റ്റേജിന്റെ മേലെ ഇരിക്കാൻ കഴിയും. മനസ്സിലോ ബദരീങ്ങളില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ ഇവരുടെ മനസ്സിൽ പിന്നെ ആരാണുണ്ടാവുക? പിശാചുക്കളുടെ കൂടെ ഇരിക്കുന്നവരിൽ ഇവൻ ഉൾപ്പെടുകയും ഇവന്റെ കൂടെ പിശാചിരിക്കുകയും ഇവൻ പിശാചിന്റെ കൂടെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അവര്. അതാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഉറക്കെ സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു വലി നിഅമൽ വലി അലാ ഹാദൻ നബി മുഹമ്മദി കൈന്ദിച്ചാലി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهبلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا نار الجحيم فهبلي توبة فاغفر ذنوبي فر الذنب العظيم صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بركة صلاة الله سلام الله على ياسين حبيب الله. الله تعالى നമ്മുടെ ഖൽബ് തുറന്ന് ഈ ഇൽമിനെ ഉള്ളിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിന്റെ ആളാവുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
മാലിന്റെയും സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും പിന്നാലെ ഓടിയാൽ അവൻ പിന്നെ അന്ധനായി തീരുമെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ. അല്ലാഹു തആല ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നതിനെ തൊട്ട് നമ്മെ കാത്തി രക്ഷിക്കട്ടെ. ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ. നന്മക്ക് വേണ്ടിയുള്ള പണം സമ്പാദനമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. പണം സമ്പാദനത്തിന് വേണ്ടി ജീവിക്കുക, അതിലന്ധനാവുക, ഇങ്ങനെയുള്ള തിന്മയാണ് ഈ പറഞ്ഞത്. അവരുടെ കൽബിൽ അല്ലാഹു ഉണ്ടാവുകയും ഇല്ല. ആ അവസ്ഥയാണ് പറഞ്ഞത്. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തി രക്ഷിക്കട്ടെ.